ಅನ್ಯಾಯ ಉಂಟು ನ್ಯಾಯ ನಂಗೆ ಅನ್ಯಾಯ ಉಂಟು ನಂಗೆ ಅಕ್ರಮಕ್ಕೆ ಉಂಟು ನಂಗೆ ಎಂದ್ರೆ ತರುಣ ಇಪ್ಪೋ ನ್ಯಾಯ ತರುಣ ಆರಲ್ಲಿ ನ್ಯಾಯಕ್ಕೆ ಕಡೆ ಅನ್ಯಾಯ ಕಡೆ ಉಂಟು ಅಲ್ಲಿ ಮೈಕಾಲ್ದು ನೋ ಕೇಳೋರು 2 ವರ್ಷಕ್ಕೆ ಮುನ್ನೋಳು ಗೋಲಿಬಾರ್ಲಿ ಜಂಡು ಬಾಲಕರು ಮರಿಸರು അല്ലേ ജണ്ട് ബാലക്കാർ മരിച്ചത് അന്യായമായിട്ടായിട്ട് ഇവിടെ പോലീസ് രംഗങ്ങളെ കൊന്നത് പോലീസ് രംഗങ്ങളെ അന്യായമായിട്ട് കൊന്നത് ഒരാൾ ഗുജിരി സൊറാക്കടെ ഗുജിരി സൊറ കഴിഞ്ഞിട്ട് ഔത്തുക്ക് പോകണ്ടേ അസറാമ്പത്തുക്ക് പിന്നൊരാൾ സ്കൂൾ മുട്ടിട്ട് ഇന്ന് വന്ന് ജണ്ട് മക്കളെ കൊണ്ടുപോയിട്ട് ഔത്തുകൾക്ക് കൊണ്ടാക്കിട്ട് എന്ത്ര ഗലാട്ട് ചെന്ന് നിൽക്കി നോക്കിയത് രണ്ടാളെയും പോലീസ് രംഗം കൊണ്ടിട്ട് കൊന്നാർ കേസായിട്ട് ഗുളുമാളായിട്ട് പ്രതിഭಟನೆ നടന്നിട്ട് എല്ലാം നടന്നിട്ട് ലാസ്റ്റിക്ക് എല്ലാരും പോയിട്ട് ന്യായ കേട്ടാർ നമുക്ക് ന്യായ തരണം അങ്ങ് അപരാധിമാരല്ല നിരപരാധിമാർ പോലീസ് രംഗ അപരാധിമാർ ചെന്നിട്ട് കോർട്ടുക്ക് പറ്റി കോർട്ട് ലാസ്റ്റിക്ക് ജഡ്ജ്മെന്റ് കൊടുത്തു മരിച്ച ആളുമാർ അപരാധിയും കൊന്ന ആളുമാർ നിരപരാധിയും അല്ലേ മരിച്ച ആളുമാർ അപരാധിയും കൊന്ന ആളുമാർ നിരപരാധിയും ക്ലീൻ ചിട്ട് കൊടുത്തത് പോലീസ് രംഗ ചാപ്റ്റർ ക്ലോസ് പ്രതിഭಟನೆ ಹಾಕಿವನು ಆರಾಮത്തിൽ ഇറങ്ങി അവന്റെ ഡ്യൂട്ടിയും തിന്ത് ഗലാട്ട ഗുൾമാളാക്കിയോണ്ട് അവന്റെ ഡ്യൂട്ടിയും തിന്ത് കോർട്ട് കച്ചേരിക്ക് പോയി അവന്റെ ഡ്യൂട്ടിയും തിന്ത് ആറാമത്തിൽ അവന് കിടന്ന ഇന്നൊരു ഇഷ്യൂ ആകുമ്പോഴത്തേക്ക് നല്ല എനിക്കിടെ എന്തിനായിട്ട് നോക്കുവാണ്ട് തുടങ്ങിത്ത് ഗലാട്ടയും ഗുൾമാളും അടിയും പിടിയും ലാസ്റ്റ് കോർട്ട് ചെന്തു അടി തിണ്ടവണ അപരാധി അടിച്ചവണ് നിരപരാധി ചെന്നിട്ട് കോർട്ട് തീരുമാനാക്കിയത് അതും കേട്ടാ പോയിട്ട് കൊണ്ടാട്ട് ഉറങ്ങിയ പിന്നെ തുടങ്ങിയിട്ട് ഇന്നൊരു മുതൽ ഗലാട്ട ഗുൾമാള് തുടങ്ങിയപ്പോൾ ഞങ്ങളത് അല്ല ഇപ്പൊ കണ്ടല്ലേ എന്തിനാ ബാംഗ്ലൂരു എയർപോർട്ടിൽ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ പള്ളി അവിടെ ദേവസ്ഥാനമുണ്ട് ചർച്ചുണ്ട് ഒരു മുസ്ലിം ഗലാട്ടൻ ഗുൾമാളൊന്നും പോയിട്ടില്ല അവന്റെ ധർമ്മ പോലെ അവനാക്കട നമുക്ക് എന്ത് മുസ്ലിം ഇടങ്ങ് നിസ്കരിച്ചോണ്ടിരുന്ന യാത്ര പോകേണ്ട ആൾമാർ നിസ്കരി വേറെന്താക്കിയിട്ട് ഗലാട്ട ഗുൾമാളാക്കിയിട്ട് അവിടെ നിസ്കരിച്ചോണ്ടിരുന്ന മാത്രം അങ്ങനെ നിസ്കരിച്ചിട്ട് വന്ന വിഷയത്തിൽ വീഡിയോ ആയിട്ട് അത് ആറോർത്ത പോയാൻ പട്ട് വീഡിയോ ആക്കിയിട്ട് വൈറലാക്കിയ തുടങ്ങിത്ത് അവിടെ അടി എല്ലാം തുടങ്ങിത്ത് എല്ലാം ആയിട്ട് ലാസ്റ്റ് പള്ളിയുടെ എല്ലാം ഉണ്ടാക്കിയത് അത് പള്ളി അങ്ങനെ ഇപ്പുറത്ത് ദേവസ്ഥാനം ഇല്ലേ ഇപ്പുറത്ത് ചർച്ചില്ലേ ചെന്നിട്ട് ഗലാട്ടയും ഗുൾമാളും പ്രതിഭട്ടനം ആക്കിയവൺ പോയിട്ട് ആറാമത്തിൽ പോയി കിടന്നിട്ടുള്ള എന്തൊക്കെ അവിടെ പള്ളി ഇല്ലാണ്ടായിട്ടില്ല അവൻ്റെ പണിയും തീർത്ത് ഇനി വേറെ എവിടെയെങ്കിലും ഒരു പണി തുടങ്ങുമ്പോൾ തുടങ്ങണം ഞങ്ങൾ ഇന്നൊരു പണിക്കോ ഇതെല്ലാം നിങ്ങളെ രാജ്യത്ത് നടന്നിട്ടുള്ളൂ വിസ എന്താ ചെല്ലറോളാ ഇണ്ട് മുസ്ലിം അടങ്ങ അന്യായ അനുഭവിച്ചുകൊണ്ടുള്ളത് അക്രമ അനുഭവിച്ചുകൊണ്ടിരിക്കുക പ്രമുഖ കാരണം എന്തേണ്ട് കേട്ടെങ്കിൽ ന്യായക്കേക്കിട ജാഗിൽ മാത്രം മുസ്ലിം അടങ്ങ ഉള്ളത് ന്യായ കൊടുക്കുട ജാഗിൽ മുസ്ലിം അടങ്ങ ഇല്ലാണ്ടായി പോയത് ഇതായിട്ട് ഈ സമുദായത്തിന് വന്ന ഏറ്റവും വലിയ ദുരന്ത ഞങ്ങളെ പണി എന്തിന് എപ്പോഴും പ്രതിഭട്ടനയും ഹോറാട്ടവും ന്യായക്ക് കോർട്ടുക്ക് പോണ്ടത് നയിച്ച പൈസക്കും പോയിട്ട് അടിച്ചവണ് കൊടുക്കുന്നത് അല്ലേ പോലീസ് രവണെ അടിച്ചത് പോലീസ് രവണെ ജയിൽ കിട്ടത് പോലീസ് രവണെ ഉപദ്രാക്കിയത് ഹോസ്പിറ്റലിലാക്കുകട്ടല ചെലവായത് എല്ലാത്തിനും കാറാണ് പോലീസ് രവണോ അങ്ങനെ കേസായിട്ട് പോലീസ് രവന്റെ മേലില് 6 കേസാക്കിയത് അടിതിണ്ടവണ് കേസാക്കിയ 6 പോയിട്ട് കേസ് ചെന്നത് അടിച്ചവണ്ടില് പോയിട്ട് കേസ് ചെന്ന് നീനെ അടിച്ചിര ചെന്നിട്ട് അത് കൊണ്ട് നക്ക് ന്യായ തരണം ആരെല്ലാം പോയിട്ട് കേക്കടെ അടിച്ചവണ്ടല് പോയിട്ട് ന്യായ കേക്കണേ നീണ നക്ക് അടിച്ചത് കൊണ്ട് നക്ക് ന്യായ തരണോ അടിച്ചവണെപ്പോൾ നിക്ക് ന്യായ തുറകൂ അവണാണ് അന്യായ ആക്കിടനാണ് അക്കലത്തേക്ക് പള്ളിയെടുത്ത് ചാവിടേണ്ടവണ് ചെല്ലടനാ അവണു ശിക്ഷ കൊടുക്കുന്ന ക്രമമുണ്ടാ ഇതിപ്പം നടന്നോണ്ടുള്ളത് അങ്ങനല്ലേ കേസിക്ക് എങ്ങനെ പോയത് അടിച്ചവണകെ ലഞ്ച കൊടുത്തു പോയത് നണ്ടൊന്ന് സലാമത്താക്കണോ കാരണം അടി തിന്നവന്റെ മേളില് കേസ് 100,000 അർത്ഥാക്ക് അടി തിണ്ടവന്റെ മേളില് കേസ് എല്ലാ കേസും ഭരിച്ചിട്ട കൊലയും കൊല്ലുകിന്ന പ്രയത്നവും ഉള്ളൂട്ടിയും തുമ്പിയും അക്രമവും അന്യായവും ഉപദ്രവവും എല്ലാ കേസും മാറുക അടി തിണ്ടവണുകായിട്ട് ഇവിടെ പോലീസ് റവണിട്ടത് അങ്ങനെ അടി തിണ്ടൽ പിന്നെ ഉണന്തരാക്ക് ഹോസ്പിറ്റലിൽ പോയാ അങ്ങനെ എല്ലാം സുമറായത്ത് പുറത്ത് വന്നൽ പിന്നെ പെഞ്ഞയുടെ പെഞ്ഞയിൽ കൽത്തിരുന്ന മാലടയും കാതിൽ നലിക്കത്രയും വിത്ത കൊമ്പോയിട്ട് പോയിട്ട് അരിച്ച ഉണകെ കൊമ്പോയിട്ട് ലഞ്ച കൊടുത്താ രണ്ടൊന്ന് കേസ് നിന്നിട്ട് മുക്തിയാക്കണം രണ്ടൊന്ന് വിട്ടുപെടണോ ആറ് അടി തിൻ്റെ ഹോസ്പിറ്റലിൽ ചീഞ്ഞ് നാറിയിട്ട് 4-5 തിങ്കൾ കഴിഞ്ഞിട്ട് വന്നര ഹോസ്പിറ്റലിന്റെ പാടെ പൈസ ഉണ്ട കയ്യിലില്ല പെഞ്ഞയുടെ കാലത്തിൽ നിന്നുള്ള വിത്ര കൊമ്പിട്ട് അതേ പോലീസ് സ്റ്റേഷനെ കൊമ്പിട്ട് ലഞ്ച കൊടുക്കണം രണ്ടൊന്ന് സലാമത്താക്കി തരണം അടിച്ചവണു പൈസ അവൻ അടിക്കടേ അത് കണക്കൊന്നുണ്ടു ഇങ്ങനെ അടിച്ചങ്ങ മാത്രം ഇങ്ങളെ പൈസ കീസലിന്റെ പൈസ എല്ലാം നക്ക് പറഞ്ഞു
ಅಡಿಚಂಗ ಮಾತ್ರ ಬರು ಲಂಚ ಕೊಡ್ತಿತ್ತು, ಇನ್ನ ವಕೀಲಮಾರ್ಗು ಲಂಚ ಕೊಡ್ತಿತ್ತು, ಇನ್ನ ಪೊಲೀಸರಂಗು ಲಂಚ ಕೊಡ್ತಿತ್ತು. ಕೊಡ್ತು ಎಲ್ಲ തീർത്തതിന്റെ മന മട്ടല്ല തീർത്ത് ജാഗയും മൗത്ത് എല്ലാം വിത്ത വീതിക്ക് പോകുന്ന എവിടെയെങ്കിലും ലീസില ബാഡികളെ തെച്ച അങ്ങനെ വർഷത്ത് നാളെ ഒത്തുങ്ങനെ ബാഡികളും ചൊത്തൊക്കെ തുടങ്ങിയ എന്തൊക്കെ പൈസ എല്ലാം പോയിട്ട് പോലീസരൊന്ന് കൊടുത്തില്ലേ, വക്കീലക്ക് കൊടുത്തില്ലേ, ലോയർക്ക് കൊടുത്തില്ലേ, ഓണൊന്നു അടി തിണ്ടിട്ടൊന്ന് സലാമത്താവുക വേണായിട്ട് ആയിത്താ. അത് കഴിഞ്ഞാൽ മേലെ ലാസ്റ്റ് കോർട്ട് ചെന്നു അടി തിണ്ടവണ് അപരാധി, അടിച്ചവണ് നിരപരാധി. അതിലും പോയ പിന്നെ എന്താ കടായിട്ട് നാറിട്ട് എന്തും ആവാണ്ട് വന്നിട്ട് പായിട്ടിട്ട് ഉറങ്ങിയ. പിന്നെ മോളെ മങ്ങിലാക്കട സന്ദർഭത്തിൽ അവ തോത്തുക്ക് പള്ളിക്ക് വേഗോക്ക് പോയ. ഇതെല്ലാം ഞങ്ങളുടെ രാജ്യത്ത് നടക്കുന്നത്. അടിച്ചവണ്ടിൽ പോയിട്ട് അന്യായ ആക്കിയവണ്ടിൽ പോയിട്ട് ന്യായ കേട്ടുണ്ടുള്ളേ. റെയിൽവേ സ്റ്റേഷനിൽ പള്ളി ഉണ്ടായിട്ട് പള്ളിയുടെ എടുക്കുകുത്തിര ക്യാൻസൽ ആക്കുകുത്തിര ദേവസ്ഥാനം ചർച്ച ചെയ്യുന്നത് പള്ളി പോലെ പള്ളി അവിടെ മെയ്ക്കൊണ്ട് നമുക്ക് നിസ്കരിക്കുക സൗകര്യത്തിക്ക് വേണു ചെന്നൊരു ആറിൽ പോയിട്ട് ചെല്ലിടനങ്ങ പള്ളി പൊളിക്കിടവണ്ടിലേ പോയിട്ട് ചെന്നു. അവന് ഗവൺമെന്റ് ആക്കിയ പള്ളി പൊളിക്കുക വേണമായിട്ട് ഇവിടെ പള്ളി ഇല്ലാണ്ടാക്കുക വേണമായിട്ട് അവന് ഗവൺമെന്റ് കെട്ടിടവണ്ടിലേ പോയിട്ട് ചെന്നേന്ദ്രേ നമുക്ക് പള്ളി വേണു. ന്യായ തണ്ടവണോ അക്രമിയായിട്ടുള്ള ന്യായ തന്റെ ജാഗില് തെച്ചിരിക്കട ആൾമാർ അന്യായാക്കടവനായിട്ടുള്ള ഉണ്ട്. സ്കോർപ്പിയുടെ വിസ നോക്കിയുള്ളൂ, സ്കോർപ്പ് ഇടക്ക് തീറാണ്ട് ആറ് ചെന്നോട്ടുള്ളേ അവന്റെ മുട്ട പോയിട്ട് റിക്വസ്റ്റ് ആക്കണം. അവിടെ കൈ കാണ് പിടിച്ചിട്ട് സ്കോർപ്പ് ഇടക്ക് വേണ്ടിട്ട് ഒരു പെർമിഷൻ തന്നു ചെന്ന് കേൾക്കണ പോലത്തെ ഗതികേട് ഞങ്ങളിൽ യന്ത്ര ഇല്ലാണ്ടായിട്ട് സ്കോർപ്പ് ആറ് നിഷേധാക്കിയിട്ട് അവണ്ടല്ലേ നീ ഇടുപ്പാട്ടില്ല സ്കോർപ്പ് ഇടുപ്പാട്ട് നീ സ്കോർപ്പ് നിഷേധാക്കിയത് സമല്ല ചെന്നിട്ട് ജഡ്ജ്മെന്റ് കൊടുക്കുന്ന ജാക്കിൽ ഞങ്ങൾ ആൾ മാറില്ല. ഒരു കാലത്തോടെ ദലിത വർഗത്തെ ആൾമാർ അടി തിന്നോട്ടിന്നറ് മേൽവർഗത്തിൽ നിന്നിട്ട് അർത്ഥാക്കിയോണ്ട് ഞങ്ങൾ പാഠ പഠിക്കൊണ്ടിതില് ദലിത വർഗത്തിൽ ഇന്ന ആളുമാറ് ഒരു കാലത്ത് മേൽവർഗത്തങ്ങൾ അടി തിന്നോണ്ടിന്നറ്. ദലിത വർഗത്തെ ആളുമാർ എഡ്യൂക്കേഷനിൽ മുന്നിൽ പോയർ. ന്യായ കേക്കിട ജാഗില് ന്യായ കേട്ട് സുസ്തായിട്ട് നമുക്ക് ന്യായ കിട്ടില്ല. കാരണം ന്യായ കൊടുക്കുന്ന ജാഗിലല്ല മേൽവർഗത്തങ്ങമ്മ ഇന്നേ പഠിച്ചറ് മേല് പോയിട്ട് ന്യായ കൊടുക്കുന്ന ചേർലി എല്ലാ ജകളും പത്തി തെച്ചറ്. SI-യും IAS-ഉം IPS-ഉം DC-യും SP-യും എല്ലാം അങ്ങായറ്. ഇപ്പൊ ദലിതമാർ ഒരു പോലീസ് സ്റ്റേഷന്റെ എതിരിൽ പോയിട്ട് പ്രതിഭട്ടനാക്കില്ല നമുക്ക് ന്യായ കിട്ടണമെന്ന് ചെന്നിട്ട് എന്തൊക്കെ ന്യായ കൊടുക്കുന്ന ജാഗിൽ അങ്ങ് തെച്ചിട്ടുള്ളത് അങ്ങ് ബലിഷ്ഠ ശക്തിയായി. ഒരു കാലത്ത് ക്രൈസ്ത സഹോദരന്മാർ അടി തിന്നോണ്ടിന്നറ്. ന്യായത്തിക്ക് വേണ്ടിട്ട് പോലീസ് സ്റ്റേഷന്റെ മുതൽ ക്യൂ നിന്നോണ്ടിന്നറ്. ന്യായ കിട്ടിയോണ്ടില്ലാണ്ടായപ്പോ മക്കൾക്ക് പഠിപ്പാട്ടിട്ട് എഡ്യൂക്കേഷൻ കൊടുത്ത ന്യായ കൊടുക്കൂടെ ജാഗലങ്ങതേ പാട്ടിയാണ് അങ്ങും വീണ്ടും ന്യായ കൊടുക്കുക ന്യായത്തിക്ക് വേണ്ടിട്ട് പ്രതിഭട്ടന ഹോറാട്ടാക്കിട ക്രമയില്ല. ഒരു കാലത്ത് സിഖ് ആളുമാരെ ഒരു അടിച്ചടിച്ച് കൊന്നോണ്ടിരുന്ന കിട്ടിയ ജാഗകള് ന്യായ കേട്ടറ്. ന്യായ കൊടുക്കുക ആളില്ലാണ്ടായിട്ട് പഠിപ്പാട്ടിയർ മക്കള് ന്യായ കൊടുക്കുന്ന ഏതെല്ലാം ജാഗയുടെ എല്ലാ കുറിച്ചും വൃത്തിയാക്കിയ ക്രിസ്ത്യന്മാർ സിഖ് സഹോദരന്മാർ അങ്ങ് പോലീസ് ഉദ്യോഗത്തില് SI-യും SP-യും DC-യും മിലിറ്ററിയും എല്ലാം നിറച്ചു വിട്ടറ്. ഇപ്പൊ അങ്ങ് എവിടെയും ന്യായ കേക്കുക കൊണ്ടില്ല, ന്യായ കൊടുക്കുന്ന ജാഗില് തെച്ചിറങ്ങ അങ്ങ് ന്യായ കിട്ടിയോണ്ടുണ്ട്. നങ്ങ ന്യായ കേക്കിട സംഖ്യ യാറായോണ്ടുണ്ട്. ഞങ്ങളത് ഭീതികാൾ മാറി ആരപ്പുന്നോണ്ടുള്ളത് പ്രതിഭട്ടനയുടെയും ഹോറാട്ടത്തെയും പേരില് ഞങ്ങൾ ഭീതിയിലെ ഞങ്ങൾ കാല കളഞ്ഞോണ്ടുള്ള അടിച്ചവണ്ടല പോയിട്ട് അന്യായാക്കടവണ്ടല പോയിട്ട് ന്യായ കേട്ടോണ്ടുള്ള ന്യായ മരീചിക്കയായിട്ട് എന്ത് ദയിക്കട ജാഗില് ഞങ്ങൾ ദച്ചിട്ടില്ല. ന്യായ കൊടുക്കട ജാഗില് ഞങ്ങൾ ആ ദയിച്ചിട്ടില്ല. ഞങ്ങളെ മക്കളെ ഞങ്ങൾ പോലീസ് ഉദ്യോഗത്തിക്ക് പിടിപ്പാട്ടിട്ടില്ല. നാളെ ചുമ്മ ചൊല്ലും പോലെ ഓപ്പൺ ആയിട്ട് ചെല്ലുന്ന പോലത്തെ വിഷയമല്ല. നിങ്ങൾ നോക്കിയുള്ളൂ ഹിന്ദു മുസ്ലിം ചെന്ന് ಬೇರೆ ಬೇರೆ ಹಾಕುವ ಪ್ರಯತ್ನ ಆಕಡ ಆಳುಮಾರಲ್ಲ ಉಳ್ಳರು എല്ലാ ജാതി ധർമ്മത്തിലേക്കൊകുമായി ഇന്ത്യ ചെല്ലുന്ന രാജ്യത്തില് ഹിന്ദും മുസ്ലിമും ക്രൈസ്തനും പാറസിയും സിഖനും ജൈനനും സർവധർമ്മീയർ ഒగ్గട്ടായെങ്കിൽ മാത്ര ഇന്ത്യത്തിൽ സമാധാനത്തിൽ ജീവൻ നടത്തുക സാധ്യ. കാലം മുസ്ലിം മാത്രം ഒగ్గട്ടായെങ്കിൽ നടക്കില്ല. ബദലുക്ക് ഹിന്ദും മുസ്ലിമും ക്രൈസ്തരും എല്ലാവരും ഒగ్గട്ടായിട്ടേ തീരൂ.